അപ്പോൾ എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇന്ന് ക്രിസ്മസിൻ്റെ രാവിലെയാണ്. രാവിലെ ക്രിസ്മസിന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മളിന്ന് അപ്പവും ബീഫ് സ്റ്റൂ ആയിരുന്നു കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഞാൻ ആദ്യമായിട്ട് ബീഫ് സ്റ്റൂ ഉണ്ടാക്കുക, അത് പാളിപ്പോയാലും അടിപൊളിയായാലും എന്തായാലും നിങ്ങളെയും കൂടി കാണിക്കുക എന്ന് ഞാൻ വിചാരിച്ചു. ബീഫ് സ്റ്റൂ നേരത്തെയും കഴിച്ചിട്ടുണ്ട്, പക്ഷേ അത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയോ അല്ലെങ്കിൽ നമ്മുടെ അയലത്തെ വീട്ടിലെ ക്രിസ്മസിന് കിട്ടിയോ അങ്ങനെയൊക്കെ കേട്ടോ കഴിച്ചിട്ടുള്ളത്. കൂടുതൽ ചിക്കൻ സ്റ്റൂ ആണ് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ വീട്ടിൽ ബീഫ് വാങ്ങുമ്പോൾ എന്തായാലും ബീഫ് സ്റ്റൂ വെക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ക്രിസ്മസ് അടുപ്പിച്ച് ഇവിടെ ബീഫാണ്. അപ്പോൾ ഞാൻ കരുതി ബ്രേക്ക്ഫാസ്റ്റിന് ഇതാക്കാന്ന്. അപ്പോൾ ആദ്യം തന്നെ അമ്മ നേരത്തെ കുറച്ച് ബീഫ് വേവിച്ച് വെച്ചിരുന്നു കേട്ടോ, കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട്. പിന്നെ അതിനകത്തോട്ട് ഞാൻ കുറച്ച് കുരുമുളകും ഉപ്പും കൂടി ഇട്ട് കുറച്ചുകൂടെ വേവിച്ചു കേട്ടോ. ഒരു 3/4 ബീഫ് ഞാൻ വേവിച്ചെടുത്തു. അതിന് ശേഷം ഒരു 3/4% അത് വെന്ത ശേഷം എൻ്റെ നാക്ക് കുഴയുന്നുണ്ട്. എന്താ അതിനകത്തേക്ക് ചേർത്തത്? ഞാനൊരു 2 ക്യാരറ്റും കിഴങ്ങൂടിട്ട് ഒന്നുകൂടെ നന്നായിട്ട് വേവിച്ചു കേട്ടോ. ഒരു 5 വിസിൽ വരെ കേൾപ്പിച്ചു. അത് നന്നായിട്ട് വെന്തതിന് ശേഷം കറിവേപ്പില ഇട്ടിട്ട് അതങ്ങ് മാറ്റി വെച്ചു. അതിന് ശേഷം ഞാനൊരു ചീനിച്ചട്ടി വെച്ചിട്ട് അതിനകത്ത് കട്ടയല്ലല്ലോ, എന്തൊക്കെ മണ്ടത്തിലല്ലേ പറയുന്നത്, പട്ട, ഗ്രാമ്പൂ, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ, ഹോൾ സ്പൈസസ്, അതെല്ലാം ഇട്ടു. അതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടു. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത ഇഞ്ചിയും വെളുത്തുള്ളി കേട്ടോ. ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അതിനെ ഒന്ന് മൂപ്പിക്കുമല്ലോ, എന്താ പറയുന്നത്. അപ്പോൾ ഇഞ്ചി ആ മൊരിഞ്ഞ മണവും വെളുത്തുള്ളി മൊരിഞ്ഞ മണവും വരുന്നവരെ അതിനെ നന്നായിട്ടൊന്ന് മൂപ്പിക്കുക കേട്ടോ. മറ്റേ ബീഫും വേവിച്ചതെല്ലാം നമ്മളൊരു സൈഡിലായിട്ട് മാറ്റി വെച്ചു. ഈശ്വര, ഇപ്പോൾ പാത്രം ചരിഞ്ഞു പോയേനെ, പക്ഷേ ഞാൻ ബാലൻസ് ചെയ്തു ഗൈസ്. ഒരു കയ്യിൽ ഫോണും ഒരു കൈ കൊണ്ടുള്ള ഒരു സർക്കസായിട്ടോ ഈ നടക്കുന്നത്, അതാ പാത്രം ചരിഞ്ഞു പോകാൻ പോയി. കുഴപ്പമില്ല, നമ്മൾ രക്ഷപ്പെട്ടു. അപ്പം എന്താ പറഞ്ഞത്, അപ്പോൾ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ നന്നായിട്ട് വഴറ്റുക. അത് നന്നായിട്ട് വഴണ്ട് ഒരു ബ്രൗൺ കളറൊക്കെ ആയി ഒരു സ്മെല്ലൊക്കെ വന്നു കഴിയുമ്പം അടുത്തതായിട്ട് എന്താണ്, സബോള അധികം എടുത്തിട്ടില്ല കേട്ടോ. ചെറിയ 2 സബോളയാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ 2 പച്ചമുളക് ഇട്ടിട്ടു. 2 അല്ല, 1 പച്ചമുളക് ഞാൻ 2ആയിട്ട് കീറിയിട്ടിട്ടു. കാരണം എന്ന് വെച്ചാൽ മോനോടൊക്കെ കൊടുക്കാം എന്നുള്ള രീതിയിൽ അധികം എരിവ് ചേർക്കുന്നില്ല. പിന്നെ നമ്മൾ കുരുമുളക് ഒരുപാട് ചേർക്കുമല്ലോ. പിന്നെ ഇതിനകത്തും ഞാൻ ആവശ്യമുള്ള കറിവേപ്പില ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പിന്നെ എപ്പോഴും പറയുന്ന പോലെ സവാളയെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി അവൻ്റെ നിറം അങ്ങോട്ട് മാറ്റിയെടുക്കുക. ഏകദേശം ഈ ഒരു നിറത്തിലുള്ള അവനെ ഒരു എന്താ പറയണ്ട, ഒരു ബ്രൗൺ നിറമാക്കി മാറ്റുക. എൻ്റെ നാക്ക് വല്ലാണ്ട് കുഴയുന്ന എന്താണെന്നറിയില്ല, ഇങ്ങനെ വളവളവളാന്ന് ഫുൾ ടൈം ചലിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടായിരിക്കും. അപ്പം അപ്പം നന്നായിട്ട് ഇളക്കുക, അതാണ് പറഞ്ഞു വന്നത്. അതിന് ശേഷം ബീഫ് ഞാൻ ഇടയ്ക്കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തിട്ട് വെച്ചേക്കുക, എല്ലാം വെന്ത് സെറ്റായി. അതിനെ എടുത്തതേ ഈ സവാള കുറച്ച് വഴണ്ട് കഴിഞ്ഞപ്പോൾ ഇതിനകത്തോട്ട് തട്ടി കേട്ടോ. അതായത് നമ്മൾ ക്യാരറ്റ്, എന്തായിരുന്നു, കിഴങ്ങ്, ബീഫ്, കുരുമുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടെ വേവിച്ച് വെച്ചാൽ അതിനെ നമ്മൾ വഴറ്റിക്കൊണ്ടിരുന്ന സവാളയിലോട്ട് തട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇവരെ 2 ആക്കാതെ 1 ആക്കുക. അതായത് ഇവരെ വേറെ ആണല്ലോ നമ്മൾ കുക്ക് ചെയ്തത്, അങ്ങനെ ആർക്കും മനസ്സിലാവരുത്. ഇവരൊന്നിച്ച് വന്നതുപോലെ ഇവരെ ആക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ ഒരു കൈ കൊണ്ടുള്ള സർക്കസാണ്, മിക്സാണ്. അപ്പം വീണ്ടും പറയുന്നു, നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇളക്കി അതിനെ പൊടിച്ച് കളയരുത്. പക്ഷേ ബീഫ് ഇത്തവണ കിട്ടിയത് കുറച്ച് ഹാർഡായിരുന്നു. എത്ര വേവിച്ചിട്ടും നന്നായിട്ട് സോഫ്റ്റ് ആവാത്ത പോലൊരു ഫീലായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ബീഫ് സ്റ്റൂ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇതെൻ്റെ തട്ടിക്കൂട്ട് ബീഫ് സ്റ്റൂ ആണ്, പെട്ടെന്ന് ഉണ്ടാക്കുന്നത്. നമുക്ക് നല്ല രീതിയിലൊക്കെ കുറച്ചുകൂടെ ലാവിഷായിട്ടൊക്കെ ഉണ്ടാക്കാം, കുറച്ച് ടൈമൊക്കെ എടുത്ത്. എന്ന് വെച്ചാൽ തലേന്ന് അണ്ടിപ്പരിപ്പൊക്കെ നമുക്ക് വെള്ളത്തിലിട്ട് കുതിർത്ത് ഇത്രയും കൂടെ ടേസ്റ്റ് കൂടാനായിട്ട് ഇതിനകത്ത് അരച്ചൊക്കെ ചേർക്കാൻ കേട്ടോ. പക്ഷേ ഇതിനകത്ത് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. രാവിലെ എണീറ്റ് വന്നപ്പോഴേ താമസിച്ചു. പിന്നെ മോനെ അമ്മയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടാണ് ഞാൻ ഈ വക പരിപാടിയൊക്കെ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു തട്ടിക്കൂട്ട്, എന്താ പറയണ്ടേ, തട്ടിക്കൂട്ട് സ്റ്റൂ ആണെന്നേ പറയാൻ പറ്റും. നേരത്തെ നമ്മുടെ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി, എളുപ്പമായി, വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇതിപ്പോൾ അമ്മ, ഞാൻ പറഞ്ഞില്ലേ, 2 ദിവസമായിട്ട് ഇവിടെ ക്രിസ്മസ് അടുപ്പിച്ച് ഇത്തിരി തോനെ ബീഫ് അച്ഛൻ വാങ്ങിച്ചു. അപ്പോൾ 2 ദിവസമായിട്ട് ഇവിടെ ബീഫ് മയമാണ്. ഇനിയിപ്പോൾ ഇവൻ എല്ലാം നന്നായിട്ട് സെറ്റായ അടുത്തായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്ന ഐറ്റമാണ് തേങ്ങാപ്പാൽ.
നല്ല ശുദ്ധമായ തേങ്ങാപ്പാൽ എടുക്കുന്നതാണ് നല്ലത്. പക്ഷേ ഞാൻ എളുപ്പത്തിന്, ഞാൻ പറഞ്ഞില്ല ഇത് ഫുൾ തട്ടിക്കൂട്ടാണ്, ഞാൻ എളുപ്പത്തിന് നമ്മുടെ തേങ്ങാപ്പാൽ പൊടിയായിട്ടോ ചേർത്തത്. അത് അത്ര ഹെൽത്തി അല്ല. വീട്ടിൽ ശുദ്ധമായ തേങ്ങാപ്പാൽ എടുത്ത് 3, 2, 1 എന്ന ക്രമത്തിൽ ചേർക്കുക. രണ്ടാം തേങ്ങാപ്പാലിലിട്ട് നന്നായിട്ട് തിളപ്പിച്ച് കുറുകി 3 ആദ്യം ഒഴിക്കുക, അത് വറ്റി കഴിയുമ്പോൾ 2 ഒഴിക്കുക. 2-ത്തിനകത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചിട്ട് ലാസ്റ്റ് സ്റ്റേജിൽ 1-ാം പാൽ ചേർത്തെടുത്ത് കഴിഞ്ഞാൽ ഇതിലും രുചിയാണ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ടൈമും ഇല്ലായിരുന്നു, പിന്നെ തേങ്ങയൊക്കെ പൊട്ടിച്ചിനി ചിരവാനുള്ള മടി കാരണം ഫ്രിഡ്ജിൽ കുറച്ച് പൊടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാനത് കുറച്ച് എന്താ പറയണ്ട ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് കുറച്ച് കട്ടിക്കാട്ടോ കലക്കിയത്, കാരണം നമ്മൾ അണ്ടിപ്പരിപ്പൊന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പം ഗ്രേവിക്കൊരു ടേസ്റ്റ് വരണമെങ്കിൽ നമ്മൾ കുറച്ച് കട്ടിക്ക് കലക്കിയിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ പിന്നെ കുറച്ച് കട്ടിക്ക് കലക്കിയിട്ട് ഇതിനകത്തോട്ട് ചേർത്തിട്ട് നന്നായിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തു. അതിന് ശേഷം ഞാൻ ആവശ്യത്തിന് മല്ലിയിലയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. വേറെ പൊടികളൊന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല. സാധാരണയായിട്ട് മറ്റേ ഗരം മസാല ചേർക്കും. എൻ്റെ കയ്യിൽ ഗരം മസാല ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തപ്പം ഹോൾ സ്പൈസസ് ചേർത്തത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഗരം മസാല ഉണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവ് നോക്കിയിട്ട് എന്താ പറയണ്ടത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. കുരുമുളക് കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക. കുരുമുളകിൻ്റെ എരി നമുക്ക് വലിയ ദോഷമല്ലെന്നാണ് ഇവിടെ അമ്മയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. നമുക്ക് കഴിക്കുമ്പോൾ ഭയങ്കര എരിവായിട്ട് തോന്നുമെങ്കിലും ഇത് ഉള്ളിൽ ചെല്ലുമ്പോൾ നമ്മുടെ ശരീരത്തിന് തണുപ്പാണ് ഉണ്ടാക്കുന്നതെന്നാണ് അമ്മ അച്ഛനൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പം കുഞ്ഞുങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കുരുമുളക് തട്ടി നല്ല എരിയിൽ വെക്കാം കേട്ടോ. ഞാനിന്ന് തീരെ എരിയില്ലാത്ത രീതിയിലാണ് വെച്ചത്. ഞാൻ ആ ബീഫിനകത്ത് ചേർത്ത കുരുമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അല്ലാതെ എക്സ്ട്രാ ഞാൻ ഈ ഗ്രേവിക്കകത്ത് ചേർത്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഗരം മസാല ഉണ്ടെങ്കിൽ നിങ്ങൾ ഗരം മസാല ഇടുക. എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ബിരിയാണിക്ക് വാങ്ങി വെച്ചതാട്ടോ സ്പൈസസൊക്കെ. അതും കഴിഞ്ഞായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഇസ്കി ഇതിലിട്ടതാട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ സ്റ്റൂ റെഡിയായി കേട്ടോ. ഇനി ഇതിനകത്തൊന്നും ചെയ്യാനില്ല. ഇതാണ് നമ്മുടെ തട്ടിക്കൂട്ട് സ്റ്റൂ. ഞാൻ എന്തിൻ്റെ കൂടെ കഴിക്കുന്നതെന്ന് നോക്ക്. പറഞ്ഞില്ലേ രാവിലെ അപ്പം, ക്രിസ്മസ് ആകുമ്പം എല്ലാവരുടെയും വീട്ടിൽ രാവിലെ അപ്പമൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ക്രിസ്ത്യൻസിൻ്റെ വീട്ടിൽ കൂടുതലും എൻ്റെ വീടിൻ്റെ അയൽപ്പക്കത്തുള്ളവരടുത്തൊക്കെ കള്ളപ്പമായിരിക്കും കേട്ടോ. പക്ഷെ നമുക്ക് കള്ളപ്പം ഉണ്ടാക്കാൻ കള്ളൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് നോർമൽ അപ്പവും ബീഫ് സ്റ്റൂ ആണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ക്രിസ്മസ് ആയിട്ട് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് എന്താ കഴിച്ചതെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എന്തുണ്ട് വിശേഷമെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്പവും ബീഫ് സ്റ്റൂ ഒക്കെ ആയിട്ട് കഴിച്ച് നോക്കാൻ പോകാം കേട്ടോ. അപ്പം എൻ്റെ ആദ്യത്തെ ട്രൈ ആയിരുന്നു. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ കടയിൽ നിന്ന് വാങ്ങി കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ വാട്ട 8 ഇട്ടിട്ടുണ്ട്. അതേ ടേസ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ബൈ.